ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതത്തിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ അതിപുരാതനവും പഞ്ചപാണ്ഡവരാൽ നിർമ്മിതവുമായ ക്ഷേത്രമാണ് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനാൽ നിർമ്മിതമായ ഈ ക്ഷേത്രം ഭീമസേന തിരുപ്പതി എന്നും അറിയപ്പെടുന്നു. കേരളത്തിന് അകത്തും പുറത്തു നിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. കിഴക്കോട്ട് ദർശനമായി നരസിംഹഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായ മഹാവിഷ്ണുവായിട്ടാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത്. കരിമാണിക്കത്തുമല എന്ന കുന്നിനു മുകളിലാണ് പുലിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇവിടം പുലികളുടെ ഊരായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അതിനാലാണ് പുലിയൂർ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. ചെങ്ങന്നൂരിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബലിക്കല്ല് കൊടിമര ചുവട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നി. കാരണം മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ബലിക്കല്ല് പുരയായിട്ടുണ്ട്. ഇത് ബലിക്കല്ല് കൊടിമര ചുവട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് തോന്നി. അതുപോലെ ഭീമസേനൻ്റെ ആയുധമായ ഗദ മയദപ്തം എന്ന പേരിൽ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. കൊടിമരച്ചുവട്ടിനടുത്ത് മയദപ്തം എന്ന പേരിൽ ഗദ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഭീമസേനൻ്റെ ആയുധമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വട്ട ശ്രീകോവിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഭിത്തികൾ ചുവർ ചിത്രങ്ങളാലും ഭംഗിയാർന്ന ചുവർ ചിത്രങ്ങളാലും ദാരുശില്പങ്ങളാലും അലങ്കൃതമാണ്. നിത്യേന 5 പൂജകളും 3 ശീവേലിയുമാണ് ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾ. രാവിലെ 5:30-ക്ക് നട തുറന്ന് 11 മണിയോടുകൂടി നടയടയ്ക്കുകയും വീണ്ടും വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 8 മണി വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം. മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്ക് പുറമെ ഉപദേവാലയങ്ങളായി ഗണപതി, ശിവൻ, ശാസ്താവ്, യക്ഷിയമ്മ, നാഗരാജാക്കൾ എന്നിവയുമുണ്ട്. ഭക്ഷണപ്രിയനായ ഭീമസേനാൽ നിർമ്മിതമായ ക്ഷേത്രമായതിനാൽ ഇവിടുത്തെ പ്രധാന വഴിപാട് ചതുശതമാണ്. ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളാണ് ഇവിടുത്തെ കാവടിയാട്ടവും ഉത്സവവും. സാധാരണ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലുമാണ് കാവടിയാട്ടം നടക്കാറുള്ളത്. എന്നാൽ മകരസംക്രമ ദിവസം നടക്കുന്ന ഇവിടുത്തെ കാവടിയാട്ടം 1000-ൽ പരം കാവടികൾ പങ്കെടുക്കുന്ന ഇവിടുത്തെ കാവടിയാട്ടം വളരെ വിശ്വപ്രസിദ്ധമായ ഒന്നാണ്. കാവടിയാട്ടം നടക്കുന്ന അപൂർവം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടുത്തെ കൊടിയേറ്റുത്സവം 10 നാൾ നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ കൊടിയേറ്റുത്സവം മകരമാസത്തിലെ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പമ്പയാറ്റിലാണ് ആറാട്ട് നടക്കുന്നത്. ക്ഷേത്രമുണ്ടായതിന് ശേഷം വ്യഗ്രവാദ മഹർഷികൾ ഈ ക്ഷേത്രത്തിൽ വസിച്ച് പൂജകൾ നടത്തിയിരുന്നതായി ഐതിഹ്യങ്ങളിൽ പറയുന്നു. അങ്ങനെയാണ് പുലിയൂർ എന്ന സ്ഥലനാമം ഉണ്ടായതെന്നും പറയപ്പെടുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളെല്ലാം മനോഹരമായി കല്ലുപാകിയിട്ടുണ്ട്. പഞ്ചപാണ്ഡവരാൽ നിർമ്മിതമായ 5 ക്ഷേത്രങ്ങളിൽ 3 നമ്മൾ പരിചയപ്പെട്ടു.
തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം, തൃപ്പുലിയൂർ. ബാക്കി 2 ക്ഷേത്രങ്ങൾ തൃച്ചിറ്റാട്ടും ആറന്മുളയും ഉടൻ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നട വർഷത്തിൽ 1 തവണ മാത്രമേ തുറക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ ഈ ക്ഷേത്രത്തിലെ ഉപദേവനായ ശിവന് സ്ഥാനം നൽകിയിരിക്കുന്നതിന് തൊട്ടുപുറകിലായി ഒരു കൂവളമരമുണ്ട്. അവിടെ കൂവളത്തപ്പൻ എന്ന പേരിൽ ഒരു പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ക്ഷേത്ര പ്രദക്ഷിണ വഴിക്ക് പുറത്തായി ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പുഷ്പങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച ഒരു പൂങ്കാവനം കാണാൻ സാധിക്കും. വളരെ മനോഹരമായി ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന് സമീപത്ത് തന്നെ നമ്മുടെ ക്ഷേത്രക്കുളവും കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.